ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായി അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ റസൂലിനോടുള്ള സ്നേഹം വഴിമാറി സഞ്ചരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് അള്ളാഹുവും റസൂലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കാൻ തന്നെ നമുക്ക് സമയം ലഭിക്കാത്തിടത്താണ് റസൂല് പറയാത്ത കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി വല്ലാതെ തിടുക്കപ്പെടുകയോ വാശി പിടിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുത്ത് ഒരു പ്രത്യേക സമയവും ഒരു പ്രത്യേക ആചാര അനുഷ്ഠാനങ്ങളൊക്കെ കാണിക്കുന്നത് അത് വിശ്വാസപരമല്ല, വിശ്വാസ വ്യതിചലനമാണ്, അത് ബിദ്അത്താണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു വെച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ കാണണം. അത് നമ്മുടെ ഓരോ ചലനങ്ങളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലിൻ്റെ ജീവിതത്തിലൂടെ എന്താണോ കാണിച്ചു തന്നത് അത് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറവേറ്റി കാണിച്ചു കൊടുക്കുമ്പോഴാണ് റസൂലിനോടുള്ള ഹുബ്ബ് പൂർത്തിയാവുകയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്നിപ്പോൾ ലോക ജനസംഖ്യ 900 കോടിയുണ്ട്. അതിൽ 220 കോടി മുസ്ലിങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോക ജനസംഖ്യ എന്ന് പറയുന്നത് 220 കോടിയാണ്. ഇന്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് 145 കോടി. അതിൽ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 18 കോടി വരും. ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ജനസംഖ്യ 4 കോടിയാണ്. അതിൽ മുസ്ലിങ്ങളായിട്ടുള്ളത് ഏകദേശം 1 കോടിയിൽ താഴെ, ഒരു 26% എന്നൊക്കെയാണ് കണക്കാക്കുന്നത്. 90 ലക്ഷം. ഇതൊക്കെ ഇങ്ങനെ അനുമാനങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ജനസംഖ്യ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ഒരു ആനുപാതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മൾ നെറ്റിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കണക്ക് നമുക്ക് കിട്ടും. റസൂലിൻ്റെ കാലത്ത് ലോക ജനസംഖ്യ ഒരു 30 കോടി ഉണ്ടായിരുന്നു എന്നാണ്. റസൂലിൻ്റെ പരിസരത്ത് മക്കയിൽ എത്ര പേരുണ്ടായിട്ടുണ്ടാകും? അതിനൊരു പ്രത്യേകമായ കണക്കൊന്നും പറയാൻ കഴിയൂല. ഇപ്പൊ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുശ്രിക്കുകളുടെ എണ്ണം ആ ഇസ്ലാമിനെയും റസൂലിനെയും ഇല്ലാതെയാക്കാനായിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് ആർത്തിരമ്പി വന്നതാണല്ലോ. അതിൽ 1000 പേരാണ് മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് 313 പേര്. അപ്പൊ ഈ 1000 വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 10-20,000 ഒരു 25,000 പേരൊക്കെ ആയിരിക്കും ആ മക്കയിൽ ഉണ്ടായ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇന്നിപ്പോ മക്കയിലെ ജനസംഖ്യ എത്ര? മക്കയിൽ മാത്രം, സൗദി അറേബ്യ വിടുക, ആ ഒരു പ്രവിശ്യ ഉണ്ടല്ലോ, മക്കയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജനസംഖ്യ ഏകദേശം 70 ലക്ഷത്തോളം വരുമെന്നാണ്. അപ്പൊ റസൂലിന്റെ കാലത്തെ 10-20,000 നിന്ന് 70 ലക്ഷത്തോളം മക്കയിൽ മാത്രം ജനസംഖ്യ നിൽക്കുന്നു. 30 കോടി ലോക ജനസംഖ്യയിൽ നിന്ന് 900 കോടി ജനസംഖ്യയിലേക്ക് ഈ ലോക ജനസംഖ്യ വളർന്നിരിക്കെ അന്ന് തൊട്ട് ഇന്ന് വരെ റസൂലിനോട് യോജിച്ചും വിയോജിച്ചും വിമർശിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും
വിശ്വസിച്ചുകൊണ്ടും ഈ 900 കോടിയിൽ റസൂലിനെ അറിയാത്തവർ ആരാണുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങൾ അങ്ങനെ റസൂലിനെ ഇങ്ങനെ ഹുബ്ബ് ഇങ്ങനെ അങ്ങോട്ട് പുലർത്തിയിട്ട് ഒരു പ്രത്യേക ദിവസത്തിൽ നമുക്ക് തന്നെ അറിയാത്ത ഏതൊക്കെയോ മദ്ഹുകൾ ഇങ്ങനെ പാടി പുകഴ്ത്തി ഒരു യാതൊരു കഥയുമില്ലാതെ റസൂലിനെ കൊണ്ടു നടക്കുന്നതിന് പകരം നിങ്ങൾ ഈ ഒരു അർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. റസൂല് ഇന്നും ചർച്ചയല്ലേ? അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ ഒരു നിമിഷത്തെ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, ആ ഒരു സെക്കൻഡിനെ വിഭജിക്കാവുന്നിടത്തോളം നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വിഭജിച്ചു നോക്കുക. എന്നിട്ട് ആ ഒരു സെക്കൻഡിന്റെ ഏതൊരു ദശാംശമാണോ അംശമാണോ കിട്ടുന്നത്, ആ ഒരു അംശഗണത്തിൽ പോലും ഈ ലോകത്ത് റസൂൽ സ്മരിക്കപ്പെടാതിരിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ്? ബാങ്കിലൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലോകത്തിന്റെ ഒരു അറ്റത്ത് നിന്നും ബാങ്ക് തുടങ്ങി മറ്റൊരറ്റത്തേക്ക് ബാങ്ക് വീണ്ടും തുടങ്ങുന്നതിനിടയിൽ ബാങ്കിന്റെ അലയൊലികൾ ഓരോ പ്രദേശങ്ങളും ഇവിടെ നിന്ന് തന്നെ കാസർഗോഡ് നിന്ന് വിട്ടാൽ ഇവിടത്തെ സെക്കൻഡിന്റെ സമയമല്ലല്ലോ കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ, അവിടെ നിന്ന് അങ്ങോട്ട് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ വീണ്ടും സെക്കൻഡുകൾ മാറുന്നു. ഇങ്ങനെ സെക്കൻഡിന്റെ ഒരു അംശത്തിൽ പോലും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇല്ലല്ലാഹ് എന്ന് പറയാത്ത ആ ഒരു അലയൊലികൾ ഈ പ്രപഞ്ചത്തിൽ മുഴങ്ങിക്കേൾക്കാതെ പോകുന്നില്ല എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൽ തരംഗങ്ങളായി തന്നെ റസൂൽ അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് നമ്മുടെ മുസ്ലിം മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കൾ പിറന്നു വീഴുന്നില്ലേ? ഈ എത്രയോ ലക്ഷങ്ങളാണ് മക്കളുകൾ ജനിച്ചു വീഴുന്നത്. ഈ മക്കളുടെ കാതുകളിൽ പിറന്നു വീണാൽ ആദ്യം കേൾക്കുന്ന ശബ്ദം റസൂലിന്റെ അല്ലേ? നമ്മൾ ബാങ്ക് വിളിക്കൂലേ? വലത്തെ ചെവിയിൽ ബാങ്ക്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുന്നു. എത്രയോ ലക്ഷം പേർ മുസ്ലിങ്ങൾ ഇവിടെ മരിച്ചു വീഴുകയും കബറടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജനിച്ചു വീഴുമ്പോൾ റസൂലിന്റെ പേര് കേട്ട മനുഷ്യനെ കബറടക്കുമ്പോൾ അവസാനമായി നമ്മൾ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും നമ്മൾ പറയുന്നത് എന്താ? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജനന മരണങ്ങൾക്കിടയിൽ, നമ്മുടെ ശ്വാസനിശ്വാസങ്ങൾക്കിടയിൽ ഇതുപോലെ സ്മരിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ എന്തൊരു വിസ്മയമാണ്! നിങ്ങൾ ഓർത്തു നോക്കൂ. ഈ റസൂലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സഹാബിമാർ കണ്ടിട്ടുണ്ടോ എന്നത് ശരി. 1400 വർഷം മുമ്പ് ഇങ്ങനെ ഒരു റസൂല് ജനിച്ചു എന്നത്, 40 വർഷമായപ്പോൾ പ്രവാചകനായി എന്നത്, ആ പ്രവാചകൻ സംസാരിക്കുന്നത് തന്നെ അദൃശ്യമായ കാര്യങ്ങളാണ്. ഇതുവരെ ആരും കാണാത്ത ഒരു അള്ളാഹുവിനെ കുറിച്ച്, ആരും കാണാത്ത സ്വർഗത്തെയും വരാനും സംഭവിക്കുവാനും പോകുന്നുവെന്ന് പറയുന്ന മറ്റൊരു ജീവിതത്തെക്കുറിച്ച്, ഈ ദുനിയാവി ജീവിതമല്ല, ഈ ദുനിയാവിന് ശേഷം വരാനിരിക്കുന്ന ഒരു പരലോകമുണ്ട് എന്ന് നമ്മൾ കാണാത്ത ഒരു പ്രവാചകൻ, കാണാത്ത ഒരു ലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ അത് വിശ്വസിക്കുകയല്ലേ? അള്ളാഹു ഉണ്ട് എന്ന് തന്നെ അള്ളാഹു അല്ലല്ലോ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ. കാണാത്തൊരു അള്ളാഹുവിനെ കുറിച്ച്, കാണാത്തൊരു റസൂലിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിനേക്കാൾ വലുതായിട്ട് നമുക്ക് മാറുക. കുൽ ഇൻകാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും
നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെക്കാൾ, നമ്മുടെ സഹോദരങ്ങളെക്കാൾ, നമ്മുടെ ഇണതുണകളെക്കാൾ, അശീറത്തക്കും നമ്മുടെ ബന്ധങ്ങളെക്കാൾ, നമ്മുടെ സമ്പാദ്യങ്ങളെക്കാൾ, നമുക്ക് നമുക്ക് നഷ്ടം വരുമോ എന്ന് പറയുന്ന നമ്മുടെ ലാഭനഷ്ടങ്ങളുണ്ടല്ലോ, കച്ചവടം, അതിനേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന തൃപ്തികരമായ ഭവനങ്ങളെക്കാൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, ഇതിനേക്കാളെല്ലാം അല്ലാഹുവും റസൂലും അവന്റെ മാർഗത്തിലെ എന്റെ ജീവിതവും ഞാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, എന്റെ കൃത്യമായ ഞാൻ ഉപാധിയോടുകൂടി ഞാൻ മക്കളെ സ്നേഹിക്കുന്നത്, ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നത്, എന്റെ കച്ചവടത്തെയും എന്റെ തൊഴിലിനെയും ഞാൻ സ്നേഹിക്കുന്നത് ഉപാധികളില്ലാത്ത റസൂലിനോടും അള്ളാഹുവിനോടുമുള്ള സ്നേഹം കൊണ്ടാണ്. എന്റെ ഭാര്യയെ സ്നേഹിക്കാനുള്ള ഉപാധി എന്നെന്റെ ഭാര്യ, എന്നെന്റെ മക്കൾ, എന്നെന്റെ കച്ചവടം, എന്റെ തൊഴിൽ മേഖല അള്ളാഹുവിനും റസൂലിനും എതിരാകുമോ അന്ന് അവരുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിക്കപ്പെടും. ഇങ്ങനെയൊരു മക്കൾ എനിക്ക് വേണ്ട, ഇങ്ങനെയൊരു ഭാര്യയോ ഭർത്താവോ എനിക്ക് വേണ്ട. ഭാര്യ മാത്രമല്ലല്ലോ, ഭർത്താവും അള്ളാഹുവിനും റസൂലിന്റെയും ഇഷ്ടത്തിനെതിരാണ് എങ്കിൽ അവിടെ നിരുപാധികമായ സ്നേഹം, ആ സ്നേഹത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ താല്പര്യങ്ങൾക്ക് ഞാൻ ഉപാധി വെക്കുകയാണ്. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്റെ ദുരന്തത്തിന് എന്തൊരു അടിയുറച്ച തീരുമാനമാണ്. റസൂലിനെ ഇങ്ങനെ സ്നേഹിക്കാൻ അതെന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും പരമോന്നതമായ ഒരു ആഗ്രഹമായി മാറും. ഞാൻ ഉൾക്കൊള്ളുക. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, എവിടെ നിന്നാണ് ഖുർആൻ വന്നത്? റസൂലിന്റെ നാവിൽ നിന്നാണ് നമ്മൾ ഖുർആൻ കേട്ടത്. അല്ലാഹു വഹി മുഖേന ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെ റസൂലിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ. ആ ഖുർആൻ നമ്മൾ കേൾക്കുന്നത് റസൂലിന്റെ നാവിൽ നിന്നാണ്. നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ഖുർആനാണ് എന്ന്. ഇതേ റസൂലിന്റെ നാവിൽ നിന്ന് തന്നെയാണ് റസൂലിന്റെ വർത്തമാനങ്ങൾ എന്ന പേരിൽ ഹദീസുകൾ നമ്മൾ കേൾക്കുന്നു. ഒരേ നാവിൽ നിന്ന് വരുന്ന ഖുർആനിനെയും ഹദീസിനെയും രണ്ടും രണ്ടായി വേർതിരിക്കപ്പെടുന്ന വിസ്മയം. ഒരിക്കലും അന്ന് തൊട്ട് ഇന്ന് വരെ അത് കൂടി ചേരാതെ കണ്ട് അബദ്ധത്തിൽ റസൂല് പറഞ്ഞു പോയൊരു വർത്തമാനം ഖുർആനാണെന്ന് പറഞ്ഞുകൊണ്ട്, ഖുർആനികമായ വചനങ്ങൾ റസൂല് പറഞ്ഞതാണെന്ന് കൊണ്ട് കൂടിച്ചേരാതെ കണ്ട് ഒരേ നാവിലെ വർത്തമാനങ്ങളെ രണ്ടായി ഉൾക്കൊള്ളുവാൻ, ഇതും അദൃശ്യമായിട്ടാണല്ലോ. ഞാൻ നേർക്ക് സാക്ഷ്യം വഹിച്ചിട്ടില്ല. റസൂലിന് ഖുർആൻ ഇറക്കപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല. റസൂല് പറഞ്ഞത് വർത്തമാനങ്ങൾ നമുക്ക് കേട്ടിട്ടില്ല. ഇങ്ങനെ റസൂല് പറഞ്ഞ ഖുർആനിനെയും ഹദീസിനെയും വിശ്വസിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ. നിങ്ങൾ മറ്റുള്ളവരെ വെച്ച്, ഇവിടെ ലോകത്ത് ഒരുപാട് വേദങ്ങൾ എഴുതപ്പെട്ടിട്ടില്ലേ? അതിലെ പ്രതിപാദ്യ പുരുഷന്മാരില്ലേ? അവരൊക്കെ അത് തന്നെ ആ ഒരു ആചാര്യന്മാർക്ക്, ആ മഹത്തുക്കൾക്ക് നേരിട്ടല്ല ഇറക്കപ്പെട്ടിട്ടുള്ളത്. അല്ല, അവരിൽ നിന്നല്ല ഈ മൊഴിമുത്തുകൾ നമ്മൾ കേട്ടിട്ടുള്ളത്. ഖുർആൻ റസൂലിലേക്ക് ഇറക്കപ്പെട്ടു, റസൂലിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു. ഹദീസും അങ്ങനെ തന്നെ. ഇതുപോലെയല്ല മറ്റുള്ള വേദങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതിഹാസങ്ങൾ എന്നാണ് പറയുക, ഐതിഹ്യങ്ങൾ എന്നാണ് പറയുക. ഇന്ന മഹാൻ, ബൈബിള് പോലും, ബൈബിൾ എന്ന് പറയുന്നത് യേശുവിൻ്റെ വചനങ്ങളല്ലല്ലോ. ഈസാ നബി അലൈഹിസ്സലാമക്ക് ഇറക്കപ്പെട്ട ഇഞ്ചീലല്ലല്ലോ ബൈബിൾ. ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം
തന്റെ ശിഷ്യന്മാർ പോലുമല്ല. റസൂൽ പറഞ്ഞുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വർത്തമാനങ്ങൾ ഹദീസാകുന്നത് റസൂലിന്റെ ശിഷ്യന്മാർ പറഞ്ഞത് കൊണ്ടാണ്. അനുയായികൾ, സഹാബികൾ, അവരിൽ നിന്നാണ് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. 70ഓളം സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതുപോലും ഒന്നും യേശുവിന്റെ ശിഷ്യന്മാരാലല്ല. അതിനുശേഷം മരണപ്പെട്ട് യേശുക്രിസ്തു മരണപ്പെട്ടു പോയി എത്രയോ വർഷങ്ങൾക്ക് ശേഷം ശിഷ്യന്മാർ പോലുമല്ലാത്ത ആരുടെയൊക്കെയോ ചില വാമൊഴികൾ, യേശുവിന്റെ വർത്തമാനങ്ങൾ യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട വചനങ്ങൾ അത് തന്നെ എത്രയോ തള്ളപ്പെട്ടു. അവസാനം നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ടെക്സ്റ്റ്, ആ 4 സുവിശേഷങ്ങൾ തന്നെ ബാക്കി എല്ലാം തള്ളപ്പെട്ടതിന് ശേഷം അവസാനമായി സഭ അംഗീകരിച്ചതാണ് ഈ 4 സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലെ, എന്തോരം ചരിത്ര പുരുഷന്മാർ, ഇപ്പോ ശ്രീരാമൻ, ശ്രീബുദ്ധൻ, അതുപോലെ തന്നെ മഹാബലി. അപ്പോ ഇവരുടെയൊക്കെ ആ ഒരു വചനങ്ങളും ശാസ്ത്രങ്ങളും പ്രസ്താവനകളും അങ്ങനെയുണ്ടല്ലോ. ഒരുപാട് ശാസ്ത്രങ്ങളായിട്ടാണല്ലോ വേദങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഇവരുടെയൊക്കെ അനുയായികൾ, നിങ്ങൾ അനുയായികളെ കുറിച്ച് തന്നെ ചിന്തിക്കുക. ഇവരുടെ കാലശേഷം ഇവയെ പിന്തുടരുന്ന അനുയായികൾ ആരൊക്കെയാണ്? ഈസാ നബി അലൈഹി ഇസ്ലാമിയെ ഇപ്പൊ മൂസാ നബി ആയാലും ഈസാ നബി ആയാലും അവരുടെ അനുയായികൾ പിന്തുടരുന്നത് ഇവരുടെ ജീവിത സന്ദേശങ്ങളല്ല, വേറെ പിൽക്കാലത്ത് എഴുതപ്പെട്ട ജീവിത സന്ദേശങ്ങളാണ്. ശ്രീബുദ്ധന്റെയും ശ്രീരാമന്റെയും മഹാബലിയുടെയും ആര് തന്നെയാകട്ടെ, അവരുടെ വചനങ്ങളും സന്ദേശങ്ങളും അല്ലല്ലോ അതിന്റെ അനുയായികൾ തന്നെ ഇല്ലാതെയായിരിക്കുകയാണ്. അനുയായികൾ തന്നെ ഇല്ല, അവരെ പിന്തുടരുന്ന അനുയായികളില്ല. ഏത് പ്രവാചകന്മാരെ തന്നെ എടുക്കൂ. നൂഹ് അലൈഹി ഇസ്ലാമിയുടെ കാലം മുതൽ ഇന്നേക്ക് വരെ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ടല്ലോ. ആ പ്രവാചകന്മാരുടെ അനുയായികൾ എവിടെ? ഏതെങ്കിലും മഹാന്മാർക്കോ പ്രവാചകന്മാർക്കോ അവർ പറഞ്ഞതിനെ പൂർണ്ണമായി പിൻപറ്റുന്ന അനുയായികളുണ്ടോ? അല്ലെ, കണ്ടിട്ടില്ലാത്തൊരു പ്രവാചകന്റെ ജീവിതത്തെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അനുകരിക്കുന്ന അനുയായികൾ ഇന്നും ജീവിക്കുന്നു എന്നതാണ്. നമ്മിലൂടെ അതിങ്ങനെ ഇലാമിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും, പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മൾ സുന്നികൾ എന്ന് പറയുന്നത് ആരെയാ? റസൂലിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുന്നവരാണ് സുന്നികൾ എന്ന് പറയുന്നത്. ഈ സുന്നികൾ എന്ന് പറയുമ്പോൾ എൻ്റെ മാന്യ ശ്രോതാക്കൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും സംഘടനയിൽ ഇപ്പൊ അങ്ങനെയാണല്ലോ സുന്നികൾ എന്നത്. അവർ സുന്നികൾ, ഇവർ മുജാഹിദുകാർ, അവർ ജമാഅത്തുകാർ, തബ്ലീഗുകാർ, ഇങ്ങനെ സംഘടനാ തലത്തിൽ മുസ്ലിങ്ങൾ വിഭജിക്കപ്പെട്ടു പോയത് കൊണ്ട് യഥാർത്ഥ സുന്നത്തും സുന്നികളെയും തിരിച്ചറിയാതെപ്പെടാതെയായി. ഓരോ സംഘടനക്കും അവർ പരസ്പരം കലഹിക്കുവാനോ അലയിക്കപ്പെടുവാനോ ഉള്ള അവസരങ്ങളല്ല സംഘടനകൾ എന്ന് പറയുന്നത്. സാന്ദർഭികമായി പറഞ്ഞതാണ്. നമ്മളെല്ലാവരും ഇസ്ലാമിന്റെ ആ സന്തുലിതത്വം നിലനിർത്തുവാൻ വേണ്ടി അവർ ഏറ്റെടുത്തിരിക്കുന്ന ആ ലക്ഷ്യമുണ്ടല്ലോ, ആദർശം. ആ ആദർശ പൂർത്തീകരണത്തിനായി തങ്ങൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന തങ്ങളുടെ കർമ്മമാർഗത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഇസ്ലാമിന്റെ ഈ സന്തുലിതത്വം നിലനിർത്തുവാനുള്ള കൈമുദ്രകളായിട്ട് ഓരോ സംഘടനാ പ്രവർത്തനങ്ങളും മാറുക എന്നുള്ളതാണ്. അപ്പൊ അതവിടെ വേറൊരു വിഷയമാണ്. എന്തൊക്കെയായാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ലോകത്ത് ഓരോരുത്തരും അവരവരിൽ മാത്രം പരിമിതപ്പെട്ടുകൊണ്ടിരിക്കെ അന്ന് തൊട്ട് ഇന്ന് വരെ റസൂൽ വിശുദ്ധ ഖുർആൻ കാഫത്തൻ ലിന്നാസ്, റഹ്മത്തൻ ലിന്നാസ്. റസൂലിന് എങ്ങനെയാണ് ഇത് സാധ്യമായത്? റസൂൽ ഇതേ കാഫത്തും റഹ്മത്തും ലിൽ ആലമീനുമായ റസൂലിനെ വിശ്വസിക്കുന്നതിനേക്കാൾ, റസൂലിനെ പിൻപറ്റുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി റസൂൽ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് മുൻകഴിഞ്ഞു പോയ, അതല്ലെങ്കിൽ നമ്മൾ നബിദിനത്തിലൂടെ നമ്മൾ ആക്കി തീർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കേവലം ഒരു മത പുരോഹിത വേഷമായിരുന്നില്ല, കേവലം ഒരു മതനേതാവ് മാത്രമായിരുന്നില്ല റസൂൽ എന്നുള്ളത് കൊണ്ടാണ്. ആരാധന മേഖലകളിൽ മാത്രമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിമിതപ്പെട്ടിരുന്നുവെങ്കിൽ റസൂൽ ഇങ്ങനെ എതിർക്കപ്പെടുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ശ്രീബുദ്ധൻ എതിർക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ശ്രീരാമൻ എതിർക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ശിവൻ ഇവിടെ എതിർക്കപ്പെടാത്തത്? ഇതെല്ലാം തങ്ങൾ, അതല്ലെങ്കിൽ ഈസാ നബി, ഇങ്ങനെ ഓരോ മത നേതാക്കളെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവരൊക്കെ അവരുടെ ആരാധന അനുഷ്ഠാനങ്ങൾക്ക് മാത്രം പരിമിതപ്പെടുകയും അവരുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ കഴിയാത്ത വെറും വിഗ്രഹ പ്രതിഷ്ഠകളായിട്ട് ഇവർ മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നമ്മുടെ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന, ഓരോ വിഷയങ്ങളിലും ഇടപെടുന്ന അന്നത്തെ ഖുറൈശികള് അല്ലെ, നിങ്ങൾ ഓർത്തു നോക്കൂ. അന്നും ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. മക്കയിൽ ഖുറൈശികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി വരുമ്പോഴും അന്നും ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. അവരോട് ആരാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്, ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അന്നും അവർ പറയും ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ദൈവനിഷേധികൾ അന്നും കുറവാണ്, ഇന്നും കുറവാണ്. ഇന്നും ദൈവനിഷേധികൾ കുറവാണ്. ഈ ലോകത്തുള്ള ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഓരോരുത്തർക്കും സൗകര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ഗോത്രങ്ങൾക്ക്, ജാതിക്ക്, വർണ്ണങ്ങൾക്ക് അതിനപ്പുറം അവിടെ ബോർഡ് ലൈൻ, അതിർത്തികൾ നിശ്ചയിച്ചു. ഈ സമുദായക്കാരൻ, ഈ വർഗക്കാരൻ, ഈ ജാതിക്കാരൻ ഈ ദൈവിക മണ്ഡലത്തിലേക്ക്, ഈ ക്ഷേത്രത്തിലേക്ക്, ഈ ആരാധനാ മേഖലയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. കറുത്തവൻ വെളുത്തവൻ്റെതിലേക്ക് പാടില്ല. വെളുത്തവൻ കറുത്തവന്റെ ദൈവത്തിൽ നിന്നും മാറി നിന്നു. ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങളായിരുന്നു. പലിശ കച്ചവടക്കാരൻ പലിശ കച്ചവടം നടത്തുന്നത് എങ്ങനെയാ? താൻ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുള്ള ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് തന്റെ കച്ചവടത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. അല്ലെ, കള്ളക്കടത്തുകാരൻ കാണിക്കപ്പെട്ടിയിൽ കാശിടുന്നത് തന്റെ കള്ളക്കച്ചവടം, അതല്ലെങ്കിൽ മന്ത്രിമാർ, ഇവിടത്തെ അധികാരികൾ തുലാഭാരം നടത്തുന്നത് തങ്ങളുടെ അഴിമതിക്കലകൾ പുറത്തു വരുവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരേ സമയം അവർ ദൈവത്തെ പൂജിക്കുമ്പോൾ പോലും അത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഇലാഹി സമ്പ്രദായം, ഇലാഹി ഇല്ല എന്നല്ല റസൂല് പറഞ്ഞത്. റസൂല് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാവർക്കും ഇലാഹുണ്ട്, പക്ഷേ മറ്റൊരു ഇലാഹുമില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ഇലാഹാകാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യത്യസ്തനാക്കിയത്. അല്ലെ, ലോട്ടറി കച്ചവടക്കാരന് വരെയുണ്ട് ദൈവം എന്ന് പറയുന്നത്. അല്ലെ, ഭാഗ്യദേവത നിങ്ങളെ കടാക്ഷിക്കുന്നതാണ് പറയുന്നത്. ആ ലോട്ടറി കച്ചവടത്തിന്റെ ആ ഭാഗ്യദേവത. അപ്പൊ എല്ലാവർക്കും ഒരു ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിരിക്കെ, ഞങ്ങളുടെ നാട്ടിൽ ഒരു പലിശ കച്ചവടക്കാരനുണ്ട്. മൂപ്പര് പോകാത്ത പള്ളികളുമില്ല, മൂപ്പര് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാത്ത പുരോഹിതന്മാരുമില്ല. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അക്രമങ്ങൾക്ക്, അധർമ്മങ്ങൾക്ക്, അനാശാസ്യങ്ങൾക്ക്, കഴിഞ്ഞാട്ടങ്ങൾക്ക് ദൈവം തടസ്സമല്ലാത്തിടത്ത് നിങ്ങൾ ആഘോഷങ്ങൾ എടുത്തു നോക്കൂ. ദൈവത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന ആരാധനകൾ, ഉത്സവങ്ങൾ ദൈവത്തെ വിസ്മരിക്കുന്നുവെങ്കിൽ, അല്ലേ, മദ്യപിച്ച് കൂത്താടി ഏറ്റവും കൂടുതൽ തല്ലുണ്ടാകുന്നത്, തന്റെ കഴിഞ്ഞ വർഷത്തെ പക തീർക്കാനുള്ള അവസരമായി ഇത്തവണത്തെ ദൈവത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന പെരുന്നാൾ പ്രകടനത്തിൽ, ഉത്സവത്തിലെ ആ ഒരു പ്രകടനത്തിൽ എന്റെ പക തീർക്കാനുള്ള അവസരമായി കാത്തിരിക്കുന്നുവെങ്കിൽ അവിടെ ദൈവബോധമുണ്ടോ? ദൈവവാദങ്ങൾ മാത്രമല്ലേ ഉള്ളൂ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.
ഇങ്ങനെയുള്ളിടത്താണ് ദൈവം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഒരുപാട് ഇലാഹുള്ളിടത്ത് നിങ്ങൾ നിയന്ത്രിക്കേണ്ടുന്ന ഒരേ ഒരു ഇലാഹ് നിങ്ങളുടെ താല്പര്യങ്ങളുടെ ഇലാഹല്ല, മറിച്ച് അല്ലാഹുവാണ് നിങ്ങളെ നിയന്ത്രിക്കേണ്ടത് എന്ന വ്യത്യസ്തമായ അവിടെ ഒരു പൊതു ഇടപെടലുണ്ടായി. ആരാധന മേഖലയിൽ മാത്രം പരിമിതമാകുന്ന ഇലാഹല്ല. വയല്ലഹു അൻഹും ഇസ്റഹും വൽഅഗ്ലാലത്തി കാനത്ത് അലൈഹിം. ഇവിടത്തെ വിമോചനം നടക്കണം. നിങ്ങളിങ്ങനെ ദൈവത്തിന്റെ പേരിൽ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് പേരിൽ അതിർവരമ്പുകൾ സൃഷ്ടിക്കുമ്പോൾ ലയസ്തഖ്ലിഫന്നകും ഫിൽ അർള്, നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് അധികാരം കൈയാളുമ്പോൾ അള്ളാഹുവിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു പൊതു ഇടപെടലിനെ കുറിച്ചിട്ടുള്ള ബോധം റസൂൽ ഉണ്ടാക്കി. അപ്പോഴാണ് റസൂൽ എതിർക്കപ്പെട്ടത്. എന്തുകൊണ്ട് റസൂലിന്റെ പേരിൽ ഇന്നും 6-ാം നൂറ്റാണ്ടിന്റെ പേരിൽ ഈ സമുദായം പഴികേൽക്കേണ്ടി വരുന്നു? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പൊതുസമൂഹത്തിൽ ഇടപെടുന്നവർക്ക് തൽപര കക്ഷികളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകൂ. റസൂല് പഠിപ്പിച്ച മതം എന്തുകൊണ്ട് വിസ്മയമാകുന്നു? നിങ്ങളുടെ സ്വകാര്യ മുതലായിക്കൊണ്ട് ദൈവം ആരാധനകൾ അനുഷ്ഠാനം നിലനിൽക്കെ തന്നെ നിങ്ങളുടെ പൊതുജീവിതം അധാർമികത നിറഞ്ഞതാണെങ്കിൽ, അനീതികൾ നിറഞ്ഞതാണെങ്കിൽ, അക്രമം നിറഞ്ഞതാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മതം നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ, അല്ലാഹുവിന്റെ തീരുമാനമല്ലാതെ, ശാസനകളല്ലാതെ മറ്റൊരു ഇലാഹ് ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കപ്പെട്ടത്. എന്നല്ല, ഇങ്ങനെ പറഞ്ഞ ഒരു പൊതു ഇടപെടൽ പറഞ്ഞ ഒരു സാമൂഹിക നീതി പറഞ്ഞ റസൂലിന്റെ ഒക്കെ സാമൂഹിക നീതി വല്ലാതെ വിശദീകരിച്ച് പഠിക്കേണ്ടതാണ് കേട്ടോ. വിമോചനപരമായ വർത്തമാനങ്ങൾ പറഞ്ഞ മനുഷ്യന്റെ കുടുംബത്തെക്കുറിച്ച്, കൊച്ചു മക്കളെക്കുറിച്ച്, സംസ്കാരങ്ങളെക്കുറിച്ച്, അധ്യാപകരെ കുറിച്ച് ഏത് മേഖലയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാത്തത്? ഇവിടുത്തെ തെറ്റായ ഉത്സവവേളകളിൽ അഴിഞ്ഞാടി നടക്കുന്നതിന്റെ മുമ്പിൽ ഇവിടുത്തെ മതപുരോഹിതന്മാർ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് ഉത്സവങ്ങൾ നടത്തുമ്പോൾ റസൂലിന്റെ മതം അത് തടയുകയായിരുന്നു. പാടില്ല. ഇങ്ങനെ പറഞ്ഞ മതം വേറെ ഏതാ? റസൂലല്ലാതെ, റസൂലിന്റെ ആശയമല്ലാതെ. എന്തുകൊണ്ടാണ് റസൂൽ വിമർശിക്കപ്പെടുന്നത്? ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. വദ്ദ കസീറും മിനൽ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനിക്കും കുഫാറൻ ഹസദൻ. ഇങ്ങനെ സാധ്യമാകുന്ന ഒരു പ്രതിപുരുഷൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആരാണുള്ളത്? സാമൂഹിക ഇടപെടൽ നടത്തുന്ന, മനുഷ്യന്റെ ജീവിതത്തിൽ കൈവെക്കുന്ന, അവന്റെ ശ്വാസനിശ്വാസങ്ങൾ ഇടപെടുന്ന ഒരു പ്രവാചകൻ അസൂയപ്പെടാതിരിക്കുന്നത് എങ്ങനെ? കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പേർ കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ കൊലകൊമ്പന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. മതനേതാക്കൾ കഴിഞ്ഞു പോയില്ലേ? പണ്ടൊക്കെ ലോകത്തെ വിറപ്പിച്ച പേർഷ്യ, റോമ ചക്രവർത്തിമാർ ഇന്നും നമ്മൾ തൂക്കിയിട്ടുള്ള ഗ്രിഗോറിയസ് കലണ്ടറില്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നൊക്കെ പറയണത് അതൊക്കെ ഒരു കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ പേരുകൾ വെച്ചുണ്ടാക്കിയ കാലഗണനാ സമ്പ്രദായമാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇവരാരെങ്കിലും സ്മരിക്കപ്പെടും? എവിടെ ഹിറ്റ്ലർ? എവിടെ മിസോളിനി? ഇനി മതാചാര്യന്മാർ തന്നെ ആരാണ് ഓർക്കപ്പെടുന്നത്? ആരും ഓർക്കപ്പെടാത്തിടത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇങ്ങനെ ഓർക്കുന്ന ഒരു പ്രവാചകൻ വിസ്മയമായി മാറുമ്പോ, ആ വിസ്മയമായി മാറുന്നത് എങ്ങനെയാണ്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളിലൂടെയാണത് പ്രകാശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. നമ്മൾ സുന്നികളാകുക എന്ന് പറയുമ്പോൾ അത് സംഘടനാ തലത്തിലല്ല. റസൂലിന്റെ ചര്യകൾ അന്നു തൊട്ട് ഇന്ന് വരെ ഒരു ചിത്രങ്ങളില്ലാതെ, പ്രതിഷ്ഠകളില്ലാതെ,
അനുചരന്മാർ മതമേലധ്യക്ഷന്മാർക്ക്, മതസമൂഹങ്ങൾക്ക് അനുയായികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കെ ഇന്നും ഇസ്ലാമിന് അനുയായികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, ഇസ്ലാം ചർച്ചയായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇസ്ലാമിന്റെ എതിരാളികളിൽ പോലും ഇസ്ലാമിനെ കുറിച്ച് സ്വകാര്യമായ വർത്തമാനങ്ങൾ. പണ്ട് അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ വേറൊരാളും വേറൊരാളെ സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ല എന്ന്. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഇതാണ് റസൂലിന്റെ വിസ്മയം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. ആ റസൂൽ നമ്മളിലൂടെ ജീവിക്കണം. നമ്മളിലൂടെ ഈ ലോകത്തിന് റസൂൽ മാതൃകയായി മാറണം. നമ്മളിലൂടെ ഈ ലോകത്ത് റസൂൽ വെളിച്ചമായി മാറണം. എങ്ങനെ? നമ്മുടെ ജീവിതത്തിലൂടെ. ഇൻഷാ അല്ലാഹ് ഈ നാളുകൾ അതിന് അനുസൃതമായി കൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ, മാറ്റിയെടുക്കാൻ, മാതൃകായോഗ്യമാക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അടുത്ത് ഒരു പുസ്തക ചർച്ച നടന്നിരുന്നു. തിരുദൂതർ വെളിച്ചമാണ് എന്നൊരു പുസ്തക ചർച്ചയാണ്. ആ മുസ്ലിം ഇസ്ലാമേതര സൊസൈറ്റികളെയൊക്കെ വിളിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിലൊരു അമുസ്ലിം സുഹൃത്ത് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അയൽവാസികളെ സ്നേഹിക്കുന്നു, നിങ്ങൾ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, നിങ്ങളിൽ വൃദ്ധസദനങ്ങളില്ല, മാതാപിതാക്കളെ നോക്കുന്നു, നിങ്ങൾ ബന്ധങ്ങൾ, സാഹോദര്യ ബന്ധങ്ങൾ നിലനിർത്തുന്നു. ഇങ്ങനെ കുറെ നിലവിൽ ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ കുറെ ഗുണങ്ങൾ ഇതിന്റെ അവകാശികളായി ഇസ്ലാമേതര സഹോദരന്മാർ അവർ പറയുന്നത് മുസ്ലിം സമൂഹത്തെ മുന്നിൽ വെച്ചിട്ടാണ്. ചർച്ച ചെയ്താ തിരുദൂതർ വെളിച്ചമാണ്. എവിടെ നിന്ന് കിട്ടി ഈ ഒരു ഗുണം? നമുക്ക് റസൂലിന്റെ സുന്നത്തിൽ നിന്ന് കിട്ടി. മറ്റുള്ള ആർക്കും ലഭിക്കാത്ത ഒരു മാതൃക നമ്മിലൂടെ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ പ്രിയ സഹോദരന്മാരെ, അതിൻ്റെ വക്താക്കളും ജേതാക്കളും റസൂലിനെ പള്ളിയിൽ മാത്രമല്ല, റസൂലിനെ സുന്നത്ത് നോമ്പിൽ മാത്രമല്ല, തസ്ബീഹ് തഹ്ലീൽ പ്രാർത്ഥനകളിൽ മാത്രമല്ല നമ്മൾ അനുകരിക്കേണ്ടത്. അതിൻ്റെ തന്നെ ഒരു വശം നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ, നമ്മുടെ ക്രയവിക്രയങ്ങളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ രാഷ്ട്രീയ മേഖലകളിൽ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലായിടത്തും ഈ റസൂലിൻ്റെ മാതൃക നമ്മളിലൂടെ പിൻപറ്റണം, നമ്മളിലൂടെ നിദർശനമായി മാറണം. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വിശദമായി പറയേണ്ടുന്ന ഒരു വിഷയമാണ്. വളരെ ഒതുക്കി കൂട്ടി ഈ സമയത്തിൻ്റെ പരിമിതി വെച്ച് ഇവിടെ പറഞ്ഞു നിർത്തുകയാണ്. പക്ഷേ ഈ വിഷയം ഇവിടെ അവസാനിച്ചു പോകാൻ പാടില്ല. ഇവിടെ നിന്ന് തുടങ്ങണം. ഈ ലോകത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി നമ്മുടെ ഒരു പ്രയത്നം ഇവിടെ നിന്ന് ആരംഭിക്കണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു സംഗതി, ഗസയിലെ നരനായാട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ എല്ലാം പ്രാർത്ഥനകളിൽ, ഒറ്റക്കും കൂട്ടായും തഹജ്ജുദിലുമൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ഗസ, നമ്മുടെ സഹോദരന്മാർ അവരുടെ വിജയത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി, എതിരാളികളുടെ നാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വേറൊരു കാര്യം, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. QS സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഖുർആൻ പഠനത്തെ കുറിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ അത് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങളത് എല്ലാവരും ആരും മാറി നിൽക്കരുത്, ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഖുർആൻ പഠിക്കാനുള്ള ഒരു പുതിയ സംവിധാനമാണ്. നിങ്ങളത് ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ഇൻഷാ അല്ലാഹ് വിശദമായി അടുത്ത ഖുതുബയിൽ പ്രതിപാദിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.